ഹലോ നമസ്കാരം ഷാനുവാണ്. നിങ്ങൾ അറിഞ്ഞോ ഹേ പണിക്കർ ജി के साथ സുരേന്ദ്രൻ ജി के कोई थोड़ा कोയ മുഷക്കിലെ കോയ എന്ന് പറയുമ്പോൾ അത് മതം മാറിയല്ലോ. അല്ല, ജഗട രണ്ടുപേരും തമ്മിൽ ഭയങ്കര അടിയാണ്. നിങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ സംഭവം. സത്യം പറഞ്ഞുണ്ടല്ലോ, ഇതുവരെ നമ്മളുടെ സലീം കുമാർ പറയുന്നത് പോലെ ധീര ധീര മല്ലയ്യ എന്നുറക്ക വിളിച്ചു നടന്ന പണിക്കർജിയാണ് ഒരൊറ്റ നിമിഷം കൊണ്ട് സുരേന്ദ്രൻജി ഇല്ലാതാക്കി കളഞ്ഞിരിക്കുന്നുണ്ടോ. സത്യം പറഞ്ഞാൽ വളരെ സങ്കടമുണ്ട്. എന്റെ കണ്ണുനീര് കാണാതിരിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ കണ്ണാടി ഇന്ന് ധരിച്ചിരിക്കുന്നത്. കെ സുരേന്ദ്രൻ, ശ്രീജിത്ത് പണിക്കർ പോരേറ്റുപിടിച്ച് BJP RSS നേതാക്കളും അണികളും. ചാനൽ ചർച്ചകളിലെ വക്താവായ ശ്രീജിത്ത് പണിക്കറിനെ പരിഹസിച്ചായിരുന്നു കെ സുരേന്ദ്രന്റെ പ്രസ്താവന. ആക്രി ഇതുണ്ടല്ലോ, നിരീക്ഷകന്മാരും അവർ വന്നിരുന്ന് പറയാണ് സുരേഷ് ഗോപിയെ തോൽപ്പിക്കാൻ, തൃശ്ശൂരിൽ തോൽപ്പിക്കാൻ BJPയുടെ സംസ്ഥാന ഘടകം പരിശ്രമിക്കുന്നു. വൈകുന്നേരം നിങ്ങളൊക്കെ ചാനലിൽ വൈകുന്നേരം വന്നിരിക്കുന്നുണ്ടല്ലോ കള്ളപ്പണിക്കർമാർ കുറേ ആൾക്കാർ. അവർ പ്രിയപ്പെട്ട സുരേന്ദ്രൻജി, അറിയേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾ ഒന്നുമല്ലാതിരുന്ന സമയത്ത് പോലും നിങ്ങളെ തള്ളി ഏറി ഒരുപാട് ഉയരങ്ങളിൽ എത്തിച്ചിട്ടുള്ള ഒരാളാണ് പണിക്കർജി എന്ന് പറഞ്ഞാൽ. അപ്പൊ അങ്ങനെയുള്ളൊരു പണിക്കർജിയാണ് നിങ്ങൾ സത്യം പറഞ്ഞ ഈ ചാനൽ ചർച്ചയിൽ വന്നിരിക്കുന്ന ആക്രി അവതാരകനെന്നോ ആക്രി നിരീക്ഷകനെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ താഴെ തള്ളിയിട്ടത്. ചരിത്രം ഒരിക്കലും നിങ്ങൾക്ക് മാപ്പ് തരില്ല കേട്ടോ. ചരിത്രം ഒരിക്കലും നിങ്ങൾക്ക് മാപ്പ് തരില്ല. കാലം കണക്ക് ചോദിക്കാതെ ഒന്നും കടന്നു പോയിട്ടില്ലെന്ന് പറയുന്ന പോലെ യെസ്, ചരിത്രം ഒരിക്കലും നിങ്ങൾക്ക് തരില്ല, ഒന്നും തരില്ല, സത്യം. അങ്ങനെ കാത്തിരുന്ന് സുരേഷ് ഗോപി ജയിച്ചു. സുരേഷ് ഗോപി ജയിച്ചപ്പോഴത്തേക്ക് അതിന്റെ ക്രെഡിറ്റ് എടുക്കാൻ വേണ്ടി പല ആൾക്കാരും BJPയിൽ നിന്ന് മുമ്പോട്ട് വന്നിട്ടുണ്ട്. അങ്ങനെയൊക്കെ ആണെന്നാണ് പണിക്കരും പറയുന്നത്. തന്റെ സ്വന്തമായ കാര്യങ്ങൾ കൊണ്ട് വിജയിപ്പിച്ചിട്ട് സുരേഷ് ഗോപിയോടൊപ്പം കയറി നിന്നെന്നൊക്കെയാണ് പണിക്കർജി നമ്മുടെ പ്രസിഡന്റ് സാറിനെ, സംസ്ഥാന അധ്യക്ഷൻ അതന്നെ അപ്പൊ അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത് കേട്ടോ. അവരുടെ പാടായി നമ്മൾ എന്തിനാ ഇടപെടുന്നതെന്നുള്ളതാ. എന്നാലും ഇതൊക്കെ കാണുമ്പം വിഷമമുണ്ട്. നമ്മൾ ഇത്രത്തോളം വലിയൊരു പാർട്ടിയിൽ ഇത്രത്തോളം വലിയ അണികളൊക്കെ ആയിട്ട് ഇങ്ങനെ തമ്മിൽ തല്ലുന്ന കാണുമ്പോൾ നമുക്ക് സത്യം പറഞ്ഞ സങ്കടമുണ്ട്. അതാണ് കാര്യം. അപ്പൊ അതിനൊക്കെ എതിരായിട്ട് പണിക്കർജി ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഒക്കെ ഇട്ടെന്ന് ആരാണ്ടൊക്കെ പറയുന്നുണ്ടായിരുന്നു. തൊലികളഞ്ഞ ഉള്ളിയുടെ ചിത്രങ്ങൾ സഹിതം ഗണപതി ഭട്ടജി എന്ന ട്രോളിയാണ് ശ്രീജിത്ത് പണിക്കർ സുരേന്ദ്രന് മറുപടി നൽകിയത്. ഇതാണിപ്പോൾ BJP RSS അണികളും നേതാക്കളും ഏറ്റുപിടിച്ചിരിക്കുന്നത്. ചാനൽ ചർച്ചകളിലെ BJPയുടെ നാവായ ശ്രീജിത്ത് പണിക്കറിനെയും സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനെയും അനുകൂലിച്ചും തള്ളിയുമാണ് BJP സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിലെ തമ്മിലടി. BJPയുടെ സംസ്ഥാന അധ്യക്ഷനെ വിളിച്ചിരിക്കുന്ന വിളിയാണ് ഉള്ളിയെന്ന്. സത്യം പറഞ്ഞ രക്തം ഇങ്ങനെ തിളച്ചു വരുന്നുണ്ട് കേട്ടോ. ശരിയാണ്, ആശയപരമായിട്ട് നമുക്ക് എതിർപ്പൊക്കെ ഉണ്ടാവും. എന്നാലും ഇങ്ങനെ ഒരു ഉള്ളി എന്നൊക്കെ വിളിച്ച് ഒരാളെ കളിയാക്കുക എന്നൊക്കെ പറഞ്ഞ് ഉള്ളി എന്ന് വിളിക്കാൻ മാത്രം സുരേന്ദ്രൻജി എന്താ അത്ര താഴ്ന്ന ആളോ അല്ലാണോ മനസ്സിലാവുന്നില്ല നമുക്ക് കേട്ടോ. സത്യം പറഞ്ഞ അത്ര വിഷമമുണ്ട് നമുക്ക്. പിന്നെ അയാൾ 1-2 വിമർശനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കുഴൽപ്പണവും തുപ്പല് കേസോ, അത് ശംഭു കേസ് മറന്നുപോയതാണ്. നമ്മുടെ അന്ന് ശബരിമല വിഷയമായിട്ട് ബന്ധപ്പെട്ട് എടുത്തു കളഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നല്ലോ. പണിക്കർജി അത് മറന്നുപോയതാണ്. നിങ്ങൾ രക്ഷപ്പെട്ട് കേട്ടോ സുരേന്ദ്രൻജി. അതുകൊണ്ട് അയാൾ പറഞ്ഞിരുന്നെങ്കിൽ നമ്മുടെ അഭിമാനം പോയനെ. ഞാൻ നോക്കി അയാൾ പറയുന്നുണ്ടോന്നില്ല, ആരും അറിഞ്ഞിട്ടില്ല ആ വിഷയം. അതുകൊണ്ട് നമ്മൾ ആ വിഷയത്തിൽ സേഫാണ് കേട്ടോ. പിന്നെ നിങ്ങൾ ഈ കുഴൽപ്പണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പുറകെ വരേണ്ട കാര്യമൊന്നുമില്ല. സുരേന്ദ്രൻജിക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ അറിയാം. നമ്മള് കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും ഓടിച്ചാടി ഇങ്ങനെ പോയി ഒരു സമയത്ത് 4-5 മണ്ഡലങ്ങളിൽ മത്സരിച്ചിട്ട് പോലും നമുക്ക് കെട്ടിവെച്ച പൈസ പോലും കിട്ടത്തില്ലെന്ന് നമുക്കറിയാം. പിന്നെ അപ്പൊ ജീവിക്കണ്ടേ? രാഷ്ട്രീയം എന്ന് പറയുമ്പം ജനങ്ങളെ സേവിക്കേണ്ടതാണ്. അതിന് പൈസ ആവശ്യമാണ് ജനങ്ങളെ സേവിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അതിന് കുഴൽപ്പണമൊന്നോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിലൊക്കെ പൈസ ചിലപ്പോൾ വന്നോ നമ്മളെടുത്ത് പോക്കറ്റി വെക്കും. അതിനിപ്പോ കുഴൽപ്പണ കേസ് അത് ഇതെന്നൊക്കെ പറഞ്ഞ് കളിയാക്കേണ്ട കാര്യമൊന്നുമില്ലല്ലേ. ജനങ്ങൾ മറന്നിരിക്കുന്ന കാര്യം ഉടനെ എടുത്ത് വെളിയിലിട്ട് ആൾക്കാരുടെ മുന്നിൽ ഇങ്ങനെ ആക്ഷേപിക്കേണ്ട കാര്യം അതൊന്നും ഇല്ലെന്നാണ് എന്റെ അഭിപ്രായം കേട്ടോ. പിന്നെ സത്യം മലയാളി എന്താ പറയാ BJPയുടെ സംസ്ഥാന അധ്യക്ഷരാണെന്നൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇങ്ങനെ ഒരു കേസ് വരുമ്പോൾ അതിന്റെ കുറച്ച് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ രാഷ്ട്രീയത്തിൽ ഈ ഒരു ഇലക്ഷനിൽ അതൊന്നും വന്നിട്ടില്ല. ഇത് പേഴ്സണലായിട്ട് നിന്ന് തോറ്റത്, അല്ലാതെ ആക്ഷേപമൊന്നും ഉണ്ടായിട്ട് തോറ്റതല്ല. രാഹുൽ ഗാന്ധിക്കെതിരെ പോയി നിന്ന് വെറുതെ തോറ്റതാ അല്ലേ. കാര്യം എല്ലാ ഇലക്ഷനിലും തോറ്റില്ലെങ്കിൽ ഒരു സുഖം അങ്ങോട്ട് കിട്ടത്തില്ല. എന്തോ എനിക്ക് മനസ്സിലാവുന്നില്ല ഇപ്പോഴും അത്. എന്നാലും കുറച്ച് RSSന്റെയും BJPയുടെ നേതാക്കന്മാരൊക്കെ തിരിഞ്ഞിട്ടുണ്ട് നമ്മളുടെ പണിക്കർക്കെതിരെ. നിരീക്ഷക പദവിയിലിരുന്ന് അച്ചാരം വാങ്ങിയുള്ള നിരീക്ഷണം അതിരുകടക്കുന്നു എന്നാണ് യുവമോർച്ച സംസ്ഥാന പ്രസിഡന്റ് പ്രഫുൽ കൃഷ്ണയുടെ വിമർശനം. ഗൂഗിൾ നോക്കി കമന്റ് പറയുന്നവനാണ് ശ്രീജിത്ത് പണിക്കർ എന്നാണ് ചില RSS നേതാക്കളെ ഫേസ്ബുക്ക് പോസ്റ്റ്.
കെ സുരേന്ദ്രനെ ഗവർണറാക്കി നാടുകടത്തിയാൽ കേരളത്തിലെ BJP രക്ഷപ്പെടുമെന്നായിരുന്നു ചില സംഘി ഗ്രൂപ്പുകളിലെ വിമർശനം. പണിക്കരുടെ കാര്യം എന്താകുമെന്ന് ഒരു പിടുത്തമില്ല കേട്ടോ. ഞാൻ കരുതി സാധാരണ പണിക്കറിനെ ഇടയ്ക്ക് നമ്മുടെ സുധാകരൻജി വിളിച്ചിരുന്നു പോലും BJPയിലേക്ക് കയറാൻ വേണ്ടിയിട്ടൊക്കെ. പക്ഷെ അദ്ദേഹം അത് നിരസിച്ചു എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിന് എപ്പോഴും നിരീക്ഷകൻ എന്നുള്ള ബോർഡ് മതി എന്നാണ് പറയുന്നത് കേട്ടോ. നിരീക്ഷകൻ എന്ന് പറയുമ്പോൾ എല്ലാ പാർട്ടിയും നിരീക്ഷിക്കുമെന്ന് ചോദിക്കരുത്. BJP മാത്രമേ നിരീക്ഷിക്കത്തുള്ളൂ. BJPക്ക് മാത്രമേ കാര്യവും പറയത്തുള്ളൂ. പക്ഷേ BJPയിലെ സ്ഥാനമൊന്നും വേണ്ട. BJP കയറി ചിലപ്പോൾ ആൾക്കാർ സംഘി എന്ന് വിളിക്കുന്നതൊക്കെ പുള്ളിക്ക് ഇഷ്ടപ്പെട്ടത്തില്ല. അതായിരിക്കും. എന്തായാലും പോട്ടെ. എന്തായാലും പണിക്കർജി താങ്കളൊന്ന് കരുതലോടെ ഇരിക്കുക. BJP നേതാക്കന്മാരൊക്കെ തിരിഞ്ഞിട്ടുണ്ട്. താങ്കൾ ഇനിയെങ്കിലും വാക്കുകൾ സൂക്ഷിച്ച് ഞങ്ങളുടെ പാർട്ടിയുടെ നേതാക്കന്മാർക്കെതിരെ പറയാതിരിക്കുക കേട്ടോ. അത്രേ പറയാനുള്ളത്. എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.